നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും ജസ്റ്റിസ് KT ശങ്കരൻ ഇന്നലെ പിന്മാറുകയുണ്ടായി. ഹൈക്കോടതിയിൽ കോഫെ പോസ, അതായത് കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് ചുമത്തി ജയിലിലിട്ടിരിക്കുന്ന പ്രതികളിൽ ഒരാൾ ജസ്റ്റിസ് ശങ്കരന് 25 ലക്ഷം കോഴ ആദ്യ ഗഡുവായി വാഗ്ദാനം ചെയ്ത കാര്യമാണ് കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം വിവരിച്ചത്. അക്കാരണത്താൽ ഈ കാര്യം കൃത്യമായി പ്രതിപാദിക്കാതെ സ്വാധീനിക്കാൻ ശ്രമമുണ്ടായെന്ന പേരിൽ അദ്ദേഹം കേസിൽ നിന്നും പിന്മാറി. കേസിൽ നിന്നും പിന്മാറുന്നതിന് പകരം ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റം കൂടി ചുമത്തി പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ വിധിക്കാൻ അദ്ദേഹം കേസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം കുറ്റവാളികൾക്ക് അതൊരു പാഠമായേനെ. മാത്രമല്ല, എന്തുകൊണ്ടാണ് കേസ് ഒഴിയുന്നത് എന്ന് വസ്തുതാപരമായി അദ്ദേഹം ഒഴിവാകുന്ന പ്രസ്താവനയിൽ എഴുതിയിരുന്നെങ്കിൽ അതൊരു നിയമരേഖ ആയേനെ. ഇത്തരം കുറ്റവാളികൾ ഇതുപോലത്തെ സ്വാധീന ശ്രമങ്ങൾ നടത്തുമ്പോൾ ജസ്റ്റിസ് ശങ്കരനെ പോലെ സ്വാധീനങ്ങൾക്ക് കീഴടങ്ങാത്ത ജഡ്ജിമാർ കേസ് ഉപേക്ഷിക്കുന്നതിന് പകരം കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകി ഇനിയൊരു കുറ്റവാളിയും ഇത്തരം പ്രവൃത്തികൾക്ക് മുതിരാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ അത് വലിയൊരു നിയമവിജയം ആകുമായിരുന്നു. ജസ്റ്റിസ് ശങ്കരനെ ഈ കേസിൽ നിന്നും സ്വാധീനത്തിൻ്റെ പേരിൽ മാറ്റാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. കുറ്റവാളികൾ നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയെ വിലയ്ക്ക് വാങ്ങാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പുറത്തുവന്ന ഒരു സംഭവമാണിത്. കടലിൽ പൊന്തി നടക്കുന്ന വൻമലകൾ പോലെയുള്ള ഐസ്ബർഗിൻ്റെ വെള്ളത്തിന് മുകളിൽ കാണുന്ന ചെറിയൊരു ഭാഗം മാത്രം. 400 കോടിയുടെ സ്വർണ്ണക്കള്ളക്കടത്താണ് നെടുമ്പാശ്ശേരിയിൽ നടന്നതെന്ന് പറയുന്നു. കണ്ടുപിടിക്കാതെ പോകുന്ന ആയിരക്കണക്കിന് കേസുകൾക്കിടയിലാണ് ഇത്തരമൊരെണ്ണം കണ്ടുപിടിക്കപ്പെടുന്നത്. ഈ കേസിൽ പറയുന്ന 400 കോടി നികുതി അടയ്ക്കാത്ത പണം കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വ്യത്യാസമുണ്ടാക്കുന്നു. ഇത് കമ്പോളത്തിൽ നിലനിൽക്കുന്ന സന്തുലിതാവസ്ഥ തകർക്കുന്നു. സർക്കാരിൽ നിന്നും സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ജോലിക്കാരാണ് ഇതിൻ്റെ ദുരിതഫലം കൂടുതൽ അനുഭവിക്കുന്നത്. ടാക്സ് കൊടുക്കാതെ അവർക്ക് ഒരു പൈസ പോലും ശമ്പളമായി ലഭിക്കില്ല. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വില ഇത്തരം കള്ളപ്പണം മാർക്കറ്റിൽ വരുന്നതോടെ വില കുറഞ്ഞതാകുന്നു. അവരുടെ ശമ്പളത്തിന് വിക്രയശേഷി കുറയുന്നു. ആ ശമ്പളം കൊണ്ട് വാങ്ങാവുന്ന സാധനങ്ങളുടെ അളവ് കുറയുന്നു. അങ്ങനെ കള്ളപ്പണം വരുന്നതോടെ ഇത്തരം സ്ഥിരം ശമ്പളക്കാർ വെള്ളത്തിലാവുന്നു. ഇതിലുമധികം പ്രയാസം അനുഭവിക്കുന്നത് പാവപ്പെട്ടവരാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന വിയർപ്പിൻ്റെ കാശിന് വിലയില്ലാതാകുന്നു. അവൻ്റെ കൂലി കൊണ്ട് കഷ്ടിച്ച് നിത്യവൃത്തി നടത്താമെന്നല്ലാതെ പണം സമ്പാദിച്ച് ജീവിതനില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷ ഇതോടെ അസ്തമിക്കുന്നു. സമൂഹത്തിൽ ഇപ്രകാരം സമ്പത്തുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഇടയിലുള്ള അന്തരം ക്രമാതീതമായി വർദ്ധിക്കുന്നു. കേരളത്തിൽ തുടരെ ഉണ്ടാകുന്ന കുടുംബസമേതമുള്ള ആത്മഹത്യകൾ ജീവിതയുദ്ധത്തിൽ ഇങ്ങനെ പരാജയം സംഭവിച്ചവരുടെ അടിയറവു പറച്ചിലുകളാണ്. ഇന്ന് കേരളത്തെ നയിക്കുന്നത് നിയമാനുസൃതമായി നികുതി കൊടുത്ത് സമ്പാദിച്ച പണമല്ല, സാധാരണക്കാരൻ്റെ കണ്ണിൽപ്പെടാത്ത ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥയാണ്. നഗരങ്ങളിൽ ഉയർന്നുവരുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളുമൊക്കെ എവിടെ നിന്നും പണമുണ്ടാക്കിയാണ് നിർമ്മിക്കപ്പെടുന്നതെന്നും അതൊക്കെ ആരൊക്കെ വാങ്ങുന്നുവെന്നും നമ്മൾ കൃത്യമായി വരുമാന സ്രോതസ് താരതമ്യം ചെയ്തു നോക്കിയാൽ ഇത്തരമൊരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടും. ആഗോള സാമ്പത്തിക രംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളിലും മനുഷ്യ വിഭവശേഷി വികസനത്തിലും നിലനിൽക്കുന്ന വലിയ അന്തരം ലോകത്തെ പണക്കൊതിയന്മാരെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കാരണം വികസിത രാജ്യങ്ങളിൽ ഈ രംഗങ്ങളിലെ വികസനം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഇന്ത്യയിൽ ഈ വികസനം ദശകങ്ങൾ പുറകിലാണ്. വിദേശത്തെ പണക്കാർ ബിനാമികൾ വഴിയും ഇന്ത്യയിലെ പണക്കാർ സ്വിസ് ബാങ്കിലും മറ്റുമുള്ള കണക്കിൽപ്പെടാത്ത പണം വഴിയും ഇവിടുത്തെ നിയമങ്ങളെ വഞ്ചിച്ച് ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ പണമിറക്കുന്നു. കണക്കിൽപ്പെടാത്ത ഇത്തരം കള്ളപ്പണം ഇൻവെസ്റ്റ്മെൻറ്റുകളായി കേരളത്തിലെ മാർക്കറ്റുകളിൽ എത്തുന്നതാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റത്തിന് പ്രധാന കാരണം.
ഈ കടന്നുകയറ്റത്തിൽ ഏറ്റവുമധികം ദുരിതം അനുഭവിക്കുന്നവർ ഇവിടുത്തെ പാവപ്പെട്ടവരും സ്ഥിരം ശമ്പളക്കാരുമാണ്. അവരുടെ പണത്തിന് ഈ കള്ളപ്പണമൊഴുക്കിൽ ഒരു വിലയും ഇല്ലാതാകുന്നു. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളുമാണ്. ഇതിൽ ഇവിടുത്തെ ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരുപോലെ ഉൾപ്പെടും. അഴിമതി നടത്തി ഇത്തരം കള്ളപ്പണ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച് കിട്ടുന്ന പണമാണ് ഇവർ ഓരോരുത്തരും ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ ചെലവാക്കിയ ആയിരക്കണക്കിന് കോടികൾ. ഇത്തരം നേതാക്കൾക്ക് ഇവിടുത്തെ കള്ളപ്പണ സമ്പദ് വ്യവസ്ഥ കണ്ടെന്ന് നടിക്കാനാവില്ല. കണക്കിൽപ്പെടാത്ത ആയിരക്കണക്കിന് കോടികൾ സംഭാവനയായി മേടിക്കണമെങ്കിൽ അതിൻ്റെ 100ഉം 1000ഉം മടങ്ങ് കള്ളപ്പണം ഉണ്ടാക്കാൻ ഈ സംഭാവന നൽകുന്നവരെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവദിക്കേണ്ടി വരുന്നു. അതിനാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവർക്കൊന്നും ഇത്തരം പണസ്രോതസ്സുകളെ തൊട്ടുകളിക്കാൻ ആവില്ല. ഇത്തരം കള്ളപ്പണക്കാരാണ് ഇവിടുത്തെ എല്ലാ സർക്കാരുകളുടെയും അജണ്ട നിശ്ചയിക്കുന്നത്. ഈ കള്ളപ്പണക്കാർക്ക് അവരുടെ കള്ളപ്പണമിറക്കി വെളുപ്പിച്ചെടുക്കണമെങ്കിൽ ഇവിടെ വികസനം വരണം, പുതിയ പ്രോജക്റ്റുകൾ വരണം. അതുകൊണ്ട് വികസനമെന്ന മുദ്രാവാക്യത്തെ നയിക്കുന്നത് പാവങ്ങളോടുള്ള ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധതയൊന്നുമല്ല. പ്രതിബദ്ധത എല്ലാ പാർട്ടിക്കാർക്കും അവരുടെ കൈനിറയെ പണം നൽകി അവരെ ജയിപ്പിച്ച കള്ളപ്പണക്കാരോടാണ്. ഈ യുദ്ധത്തിൽ രാഷ്ട്രീയക്കാരും കള്ളപ്പണക്കാരുമൊക്കെയാണ് ജയിക്കുന്നത്. തോൽക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ മാത്രം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭൂമിയുടെ വില എവറസ്റ്റിലേക്ക് കുതിച്ചു പൊങ്ങുന്നത്? സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിലയാണെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ ഇത്തരം ക്രയവിക്രയങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റൂ. ഇവിടെ നിലനിൽക്കുന്ന കള്ളപ്പണത്തിൽ അധിഷ്ഠിതമായ സമാന്തര സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമാണ്. ഇവിടെ നിലനിൽക്കുന്ന 1000 കോടി രൂപ ചെലവ് വരുന്ന ഇലക്ഷനുകളാണ്. അതിന് സംഭാവന തേടി രാഷ്ട്രീയക്കാർ ചെന്നെത്തുന്ന കള്ളപ്പണക്കാരുടെ സങ്കേതങ്ങളാണ്. ഇവിടെ വികസനം കൊണ്ടുവരുമെന്ന് ആണയിട്ട് പറയുമ്പോൾ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർക്കണം. സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താനോ അതോ കള്ളപ്പണക്കാരന് പണമുണ്ടാക്കാൻ പ്രോജക്റ്റുകൾ നൽകാനാണോ ഇവിടെ വികസനം കൊണ്ടുവരുന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നയിക്കുന്ന ഇന്ധനമാണ് കള്ളപ്പണം. അത് നിയന്ത്രിക്കാൻ അതിൻ്റെ ഉപയോക്താക്കളായ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകില്ല. ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ. കള്ളപ്പണക്കാരുടെ പണം സ്വീകരിക്കുന്നതിലും അവരെ സംരക്ഷിക്കുന്നതിലും രണ്ടു പക്ഷവും ഒരുപോലെ സമർത്ഥരാണ്. ജസ്റ്റിസ് KT ശങ്കരൻ ഹൈക്കോടതിയിൽ നടത്തിയ പരാമർശം വഴി അദ്ദേഹം ഇവിടെ നിലനിൽക്കുന്ന കള്ളപ്പണക്കാരുടെ സ്വാധീന ശക്തിയിലേക്കും അവർ നയിക്കുന്ന സമാന്തര സാമ്പത്തിക വ്യവസ്ഥയിലേക്കുമാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്. പാവപ്പെട്ടവൻ്റെ വിയർപ്പിനെ വിലയില്ലാതാക്കുന്ന ഈ സമാന്തര സമ്പദ് വ്യവസ്ഥ തകർക്കാൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകില്ല. അതിനായി നമ്മൾ ഓരോരുത്തരും ശബ്ദമുയർത്തണം. ഇലക്ഷൻ ചെലവുകൾ സർക്കാർ വഹിക്കണമെന്ന് നിർബന്ധം പിടിക്കണം. ഇലക്ഷൻ ചെലവുകൾ പൊതുജനമധ്യത്തിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടണം. വികസനം വരുന്നത് നമ്മുടെ നന്മയ്ക്കു വേണ്ടി മാത്രമാണോ എന്ന് തിരിച്ചറിയണം.